ഹലോ, വെൽക്കം ടു മാത്ത് വിന്നർ. BSc മാത്സിൻ്റെ നെക്സ്റ്റ് പാർട്ട്, ആൾജിബ്രൈക് പ്രോപ്പർട്ടീസ് ഓഫ് മാട്രിസസ്. ആൾജിബ്രൈക് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇവിടെ നോക്കിയേ. എ സ്ക്വയർ മാട്രിക്സ് എ. സ്ക്വയർ മാട്രിക്സ് എ എന്താണ്? സ്ക്വയർ മാട്രിക്സ് ആണ്. ഈസ് സെഡ് ടു ബി ഇൻവേർട്ടിബിൾ. ഈസ് സെഡ് ടു ബി ഇൻവേർട്ടിബിൾ. എപ്പോഴാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആകുന്നത്? എപ്പോഴാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്, എ എന്ന് പറയുന്ന മെട്രിക്സ് അല്ല, ഏത് മെട്രിക്സ് ആണെങ്കിലും ആകാം, എപ്പോഴാണ് ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആകുന്നത്? എപ്പോഴാണ് അതിന്റെ കണ്ടീഷൻ നോക്കിയേ. ഇഫ് ദേർ എക്സിസ്റ്റ് എ സ്ക്വയർ മെട്രിക്സ്, ദേർ എക്സിസ്റ്റ് എ സ്ക്വയർ മെട്രിക്സ്. അവിടെ നിന്നാണ് ഒരു സ്ക്വയർ മെട്രിക്സ് വേണം, ഒരു സ്ക്വയർ മെട്രിക്സ് വേണം. ബി, അങ്ങനെ നമ്മളിവിടെ ബി എന്നെടുത്ത്, നിർബന്ധമൊന്നുമില്ല, ബി എന്നെടുത്ത്. സച്ച് ദാറ്റ് എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ. ഇൻ ദിസ് കേസ് ബി ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. എന്താണ് പറഞ്ഞത്? എ സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് ആണ്. നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. ഓക്കെ, ഈ സ്ക്വയർ മെട്രിക്സിന് എപ്പോഴാണ് ഇൻവേഴ്സ് ഉണ്ടാകുന്നത്? എപ്പോഴാണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ സ്ക്വയർ മെട്രിക്സ് എപ്പോഴാണ് ഇൻവേർട്ടിബിൾ ആകുന്നത്? എപ്പോഴാണ് ഇൻവേർട്ടിബിൾ ആകുന്നത്? അവിടെ വേറൊരു സ്ക്വയർ മെട്രിക്സ് വേണം. അത് നമ്മൾ ബി എന്നെടുത്ത് വേറൊരു സ്ക്വയർ മെട്രിക്സ് വേണം. കണ്ടീഷൻ നോക്കിയേ. എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ. എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ. ഈ കേസിൽ നമുക്ക് എന്ത് പറയാം? എ എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. എയിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻവേഴ്സ് ആണ് ആര്? ബി എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്ന മെട്രിക്സ് അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാം? ഡിനോട്ട് ചെയ്യാം. എ ഇൻവേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. ബി എന്ന് പറയുന്ന മെട്രിക്സിന് നമുക്ക് എ ഇൻവേഴ്സ് എന്ന് പറയാം. അപ്പൊ എപ്പോഴാണ് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എ എന്താണ് ഇൻവേർട്ടിബിൾ ആകുന്നത് എപ്പോഴാണ്? എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി എയുടെ ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ എ എന്താണ്? ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. ഇവിടെ നോക്കിയേ. ഇൻ ദിസ് കേസ് ബി ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ്. ബി എന്ന് പറയുന്നത് എന്താണ്? എ ഇൻവേഴ്സ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ബി ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇത് നമുക്ക് എങ്ങനെ ഒന്നുകൂടെ മാറ്റി എഴുതാം? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഐ. ഇതാണ് കണ്ടീഷൻ. എയിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇസ് ഈക്വൽ ടു ഐ. ഓക്കെ അല്ലേ? ഇവിടെ പിന്നെ എടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എ എന്ന് പറഞ്ഞ സ്ക്വയർ മെട്രിക്സ് ആണ്, അതിൻ്റെ ഇൻവേഴ്സ് എന്താണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. നിങ്ങൾ എന്തൊക്കെ വായിച്ചു നോക്കാം, നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദി മെട്രിക്സ് ബി ഇസ് ഈക്വൽ ടു, വേണ്ട, മെട്രിക്സ് ബി വന്നിട്ടുണ്ട്. ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ് എ. ബി എയുടെ ഇൻവേഴ്സ് ആണെന്ന് ഷോ ചെയ്യണം. ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ബി എന്താണ്? എയുടെ ഇൻവേഴ്സ് ആണെന്ന് കാണിക്കണം. ബി എയുടെ ഇൻവേഴ്സ് ആണ്. ഓക്കെ, അപ്പം ബി എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ എയുടെ ഇൻവേഴ്സ് ആണ് ബി എന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. വേണ്ട, എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ എ അല്ലെ ബി എയുടെ ഇൻവേഴ്സ് ആണ്. മനസ്സിലായില്ലേ? എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു ഐ ആണെങ്കിൽ ബി എയുടെ ഇൻവേഴ്സ് ആണ് അല്ലെ? ബിനെ നമുക്ക് എ ഇൻവേഴ്സ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെ നോക്കാം. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്ത് ചെയ്യണം? എ ഇൻറ്റു ബി അല്ലെ? എന്ത് ചെയ്യണം? എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ബി എയുടെ ഇൻവേഴ്സ് ആണ്. ഇവിടെ ഫോളോ ചെയ്യും. അതുകൊണ്ടല്ലേ ഷോ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഷോ ചെയ്യുക, അത് കാണിക്കുക, അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുക. ഇവിടെ എന്താണ്? എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ എന്താണ്? ഈസ് ഈക്വൽ ടു ഐ ഇവിടെ എന്താണ്? ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലേ കുറച്ച് ഷോ ദാറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് നോക്കണം? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. അപ്പൊ അതിന് വേണ്ടി ഫസ്റ്റ് ഞാൻ എ ബി കണ്ടുപിടിക്കാം. എ ബി ഈസ് ഈക്വൽ ടു അല്ലെ? എ എഴുതിക്കേ.
6152 ഇൻറ്റു അടുത്ത ബി 1/7 ഇൻറ്റു 2 മൈനസ് 1 മൈനസ് 5 6. ഓക്കെ, ഇവിടെ 1/7 നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം എഴുതാം. 1/7 ഇൻറ്റു 6152 2 മൈനസ് 1 മൈനസ് 5 6. മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമല്ലോ, ഇവിടെ സിമ്പിൾ അല്ലേ? 2/2 ആണ്, 2/2 ആണ്. ആ രണ്ട് മെട്രിക്സ് എന്നാണ് 2/2 ഓർഡർ ആണ്. സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ +2 ലെവലിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് ഈസ് ഈക്വൽ ടു 1/7 ഇൻറ്റു 1/7 എന്ത് ചെയ്യുക? അതുപോലെ എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യണ്ട. ഞാൻ ഒന്ന് പറയാം. 6 ഇൻറ്റു 2 12 പ്ലസ് 1 ഇൻറ്റു -5 -5. ഓക്കെ, അടുത്തത് 6 ഇൻറ്റു -1 -6 1 ഇൻറ്റു 6 പ്ലസ് 6. ഓക്കെ അല്ലേ? അടുത്തത് 5 ഇൻറ്റു 2 10 2 ഇൻറ്റു -5 -10 5 ഇൻറ്റു -1 -5 2 ഇൻറ്റു 6 12 അല്ലേ? പ്ലസ് 12 ഈസ് ഈക്വൽ ടു 1/7 ഇൻറ്റു 1/7 ഇൻറ്റു എന്തൊക്കെ 12 പ്ലസ് -5 എന്താണ്? 12 മൈനസ് 5 7. ഇവിടെ 0 വരും, ഇവിടെ 0, ഇവിടെ എന്താണ്? -5 പ്ലസ് 12 എന്നാണ് 7. ഓക്കെ, ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 1/7 ഇൻറ്റു 7 1 1/7 ഇൻറ്റു 0 0. ഇവിടെ 1/7 ഇൻറ്റു 0 0. ഇവിടെ എന്ത് വരും? 1 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടി. ഇവിടെ എന്ത് കിട്ടി? 1 0 0 1. എ ബി എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് കിട്ടി. ഒന്ന് എഴുതിക്കേ. എ ബി ഈസ് ഈക്വൽ ടു ഐ. ഓക്കെ, ഒരു കണ്ടീഷൻ കിട്ടി. അടുത്ത നമുക്ക് ബി എയും കൂടെ കണ്ടുപിടിക്കാം. അപ്പം അതിന് വേണ്ടി നമുക്ക് എഴുതാം. ബി എ ഈസ് ഈക്വൽ ടു മെട്രിക്സ്. ബി എന്താണ്? ബി എ. ഓക്കെ, ഞാൻ എഴുതാം. ഓക്കെ, ബി ഫസ്റ്റ് എഴുതാം. 1/7 ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ബി ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം 2 മൈനസ് 1 മൈനസ് 5 6 ഇൻറ്റു അടുത്തത് എ 6152 is equal to 1/7 into 2 into 6 12 minus 1 into 5 minus 5 2 into 1 2 minus 1 into 2 minus 2 minus 5 into 6 minus 30 6 into 5 plus 30 or the minus 5 into 1 minus 5 6 into 2 plus 12 is equal to 1/7 into 7007 is equal to 1001. Okay, ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. എന്താണ്? ബി എ ഈസ് ഈക്വൽ ടു ഐ. ഓക്കെ, ആദ്യം നമുക്ക് എ ബി ഈസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടി. ഇവിടെ എന്താണ്? ബി എ ഈസ് ഈക്വൽ ടു ഐ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ഈസ് ഈക്വൽ ടു ബി എ ഈസ് ഈക്വൽ ടു ഐ. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ എന്ത് ചെയ്ത്? സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. ബി ഈസ് ദി ഇൻവേഴ്സ് ഓഫ് എ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഓക്കെ അല്ലേ? സെറ്റ്. അടുത്തൊരു തിയറാണ്. സിമ്പിളാണ്. നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. +2 നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളന്ന് തിയറോ ഒന്നും പറഞ്ഞൊന്നും പഠിച്ചിട്ടില്ല അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു തിയറാണ്, നമുക്ക് നോക്കാം. Given that A is equal to matrix A is equal to A B C D 2/2 ഓർഡർ ആണ്, സ്ക്വയർ മെട്രിക്സ് ആണ്.
പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളത് മനസ്സിലാക്കുക. സ്ക്വയർ മെട്രിക്സ് ആണ്. ദെൻ എ ഈസ് ഇൻവേർട്ടിബിൾ. എ എന്താണ്? ഇൻവേർട്ടിബിൾ ആണ്. എ ഇൻവേർട്ടിബിൾ ആണ് മീൻസ് എന്താണ്? എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എ ഇൻവേർട്ടിബിൾ ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എയിന് എന്താണ്? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു, അല്ലെ, ഡിറ്റർമിനന്റ് എ മെട്രിക്സ് വയ്ക്കുക. മെട്രിക്സ് എന്താണ്? എ ബി സി ഡി. അപ്പൊ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എ ഇൻറ്റു ഡി എ ഡി മൈനസ് ബി ഇൻറ്റു സി ബി സി, അല്ലെ. ഡിറ്റർമിനന്റ് എന്താണ്? എ ഡി മൈനസ് ബി സി നോട്ട് ഈക്വൽ ടു 0. എ ഡി മൈനസ് ബി സി നോട്ട് ഈക്വൽ ടു 0. അപ്പോഴേ എന്താണ്? എയിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ. ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആകണം, എന്നാലേ നമ്മുടെ എ ഇൻവേഴ്സ്, അല്ലെ, എയിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ എ ഇൻവേർട്ടിബിൾ ആകത്തുള്ളൂ. എന്താ കണ്ടീഷൻ? എന്താണ്? ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0, അല്ലെ, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, എന്നാലേ നമ്മുടെ മെട്രിക്സിന്, അല്ലെ, എ എന്ന് പറഞ്ഞ മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇനി ഡിറ്റർമിനന്റ് എ ഡി മൈനസ് ബി സി ഈക്വൽ ടു 0 ആണെങ്കിൽ, എ ഡി മൈനസ് ബി സി എന്താണ്? ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ എ എന്താണ്? നോട്ട് ഇൻവേർട്ടിബിൾ ആണ്. എയിന് ഇൻവേഴ്സ് ഇല്ല. ഓക്കെ. അതിന്റെ കാരണം എന്താണ്? നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ. ഇതാണ് നമ്മൾ +2 ലെവലിൽ പഠിച്ചിട്ടുള്ളത്. ആ സെയിം ഇക്വേഷൻ തന്നെയാണ്. നോക്കിയേ, എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1 ബൈ എ ഡി മൈനസ് ബി സി ഇൻറ്റു മെട്രിക്സ് ഡി മൈനസ് ബി മൈനസ് സി എ. കണ്ട, എ ഡി മൈനസ് ബി സി ആണ് നമ്മുടെ ഡിറ്റർമിനന്റ്, അറിയാമല്ലോ. എ ഡി മൈനസ് ബി സി ആണ് ഡിറ്റർമിനന്റ്. കണ്ട, ഈ മെട്രിക്സ് എന്താണ്? ഈ മെട്രിക്സ് എന്താണ്? നമ്മുടെ എയിൻ്റെ അഡ്ജോയിന്റ് ആണ്. എയിൻ്റെ അഡ്ജോയിന്റ് ആണ്. അഡ്ജോയിന്റ് എടുക്കാൻ അറിയാമല്ലോ. ഇതാണ് മെട്രിക്സ് എങ്കിൽ ഇതിൻ്റെ അഡ്ജോയിന്റ് എങ്ങനെയാണ് എടുക്കുന്നത്? അഡ്ജോയിന്റ് എങ്ങനെയാണ് എടുക്കുന്നത്? ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് എഴുതാം. അല്ല, ഈ എലമെന്റും ഈ എലമെന്റും തമ്മിൽ എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ഡി വരും, ഇവിടെ എ വരും, അല്ലെ. ഈ എലമെന്റിന്റെ സൈൻ മാറ്റി കൊടുക്കുക, അല്ലെ. സൈൻ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. അപ്പോൾ മൈനസ് ബി മൈനസ് സി. ഇങ്ങനെയാണ് അഡ്ജോയിന്റ് എടുക്കുന്നത്, അറിയാലോ. 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് എടുക്കുന്നത് ഇങ്ങനെയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതാണ് ഇത് അഡ്ജോയിന്റെയും ഇതെന്താണ്? ഡിറ്റർമിനന്റെയും. ഇവിടെ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയാലേ എ ഇൻവേർട്ടിബിൾ ആകത്തുള്ളൂ, അല്ലെ. നോട്ട് ഈക്വൽ ടു 0 ആണ്. കാരണം എന്താ? ഈ എ ഡി മൈനസ് ബി സി എന്നാണ് ഡിനോമിനേറ്ററിൽ കിടക്കുക. ഡിനോമിനേറ്റർ എന്താണ്? 0 ആകാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല, നമുക്കറിയാം. 0 ആകാൻ പാടില്ല, എന്നാലേ എയിന് ഇൻവേഴ്സ് കാണത്തുള്ളൂ. ഇനി ഡിനോമിനേറ്റർ 0 ആയാൽ, അല്ലെ, എ ഡി മൈനസ് ബി സി 0 ആയാൽ എന്താണ്? എന്താണ്? എയിന് ഇൻവേഴ്സ് ഇല്ല. ഓക്കെ, അതെന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദി ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു -1 2 3 -6. ഇൻവേഴ്സ് ആണ് അടിക്കാം. ഇത് ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഇതെന്താ? ഇത് പഠിച്ചു വെക്കണ്ട, ഇതെന്താണ്? മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ എ ഇൻവേഴ്സ് ആണ് അടിക്കുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് എ ഡി മൈനസ് ബി സി എന്ന് കണ്ടുപിടിക്കാം, അല്ലെ. എ ഡി മൈനസ് ബി സി എന്താണ്? എ ഡി എന്ന് പറയുമ്പോൾ, ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കണം, അല്ലേ. ഓക്കെ, ഡിറ്റർമിനന്റ് എ എന്ന് പറഞ്ഞു തന്നെ എഴുതാം. ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു എ ഡി മൈനസ് ബി സി, അല്ലെ. ഈസ് ഈക്വൽ ടു എന്താണ്? -1 ഇൻറ്റു -6 -1 ഇൻറ്റു -6 മൈനസ് 3 ഇൻറ്റു 2 6, അല്ലെ. ഈസ് ഈക്വൽ ടു 6 മൈനസ് 6 എന്ന് വരും. കേട്ടോ, ഇവിടെ എന്താണ്? 6 മൈനസ് 6 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ എന്ത് കിട്ടി? ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു 0, അല്ലേ.
എ ഡി മൈനസ് ബി സി എന്താണ് 0 എന്ന് കിട്ടി. അപ്പൊ ഇതിനെന്താ ഇൻവേഴ്സ് ഇല്ല. ഈ മെട്രിക്സ് എന്താണ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം therefore A inverse does not exist. A inverse does not exist. അല്ലെങ്കിൽ this matrix is not invertible. അല്ലെങ്കിൽ എങ്ങനെ പറയാം A is not invertible. A is not invertible. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം പല രീതിയിൽ പറയാം. അല്ലെങ്കിൽ the matrix has no inverse അങ്ങനെയും പറയാം. The matrix has no inverse. കാരണം എന്താ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ മെട്രിക്സിന് ഇൻവേഴ്സ് ഇല്ല. ഓക്കെ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദ മെട്രിക്സ്. ഓക്കെ, എ ഇസ് ഈക്വൽ ടു -1 2 3 6 2/2 മെട്രിക്സ് ആണ്, സിമ്പിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു -1 into 6 -6 minus 3 into 2 6. ഓക്കെ, -6 എന്താണ് -12. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനന്റ് എന്താണ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് എന്താണ് 0 അല്ല, -12 ആണ്. അപ്പോൾ ഇതിനെന്താണ് ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ അഡ്ജോയിന്റ് എന്ന് കണ്ടുപിടിക്കാം. adjoint A is equal to ഇവിടെ -1 6, അപ്പൊ ഇന്റർചേഞ്ച് ചെയ്യുക. 6 -1 3 2 ആണ്, സൈൻ ചേഞ്ച് ചെയ്യുക. അപ്പൊ ചേഞ്ച് ചെയ്യുമ്പോൾ -2 -3. ഓക്കെ, അപ്പൊ ഇനി ഇക്വേഷൻ ഉള്ള പോലെ ചെയ്താൽ മതി. A inverse is equal to നമ്മൾ പ്ലസ് 2 പഠിച്ച പോലെ തന്നെ ഇക്വേഷൻ എഴുതുക. 1 by determinant A adjoint is equal to 1 by -12 into matrix 6 -2 -3 -1 is equal to എന്ത് ചെയ്യാം, അതോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 6 by -12 എന്ന് പറയുമ്പോൾ -1/2 -2 by -12 1/6 അല്ലേ. അടുത്ത -3 by -12 എത്രയാണ് 1/4. നെക്സ്റ്റ് 1/12. ഓക്കെ, ഇതാണ് ഇവിടെ ഇൻവേഴ്സ്. ഓക്കെ അല്ലേ? അടുത്തത് ഒരു പ്രൂഫാണ്. ഒക്കെ നമ്മൾ പഠിച്ച ആ ഒരു പ്രൂഫാണ്. നമ്മളിവിടെ പഠിച്ച ഇക്വേഷൻ എന്താണ്? A into B is equal to B into A is equal to I. ഓക്കെ, ഇത് ഫോമുലയാണ്. എപ്പോഴാണ് ബി എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ അല്ലേ, ബി എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ A ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി, അല്ലെങ്കിൽ ബി ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ആണെങ്കിൽ A into B is equal to B into A is equal to I. നമ്മൾ തിയറം നോക്കിയതാണ്. അപ്പോൾ ആ തിയറത്തിൻ്റെ പ്രൂഫാണ്. അപ്പോൾ അതിനെ നമ്മളൊന്ന് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. ബിയുടെ സ്ഥാനത്ത് എ ഇൻവേഴ്സ് കൊടുക്കുക. അപ്പോൾ A into A inverse is equal to A inverse into A is equal to I. ഓക്കെ, അപ്പോൾ ഇവിടെ A ഇൻവേഴ്സ് ഇങ്ങനെയാണ് നമ്മൾ എന്താണ് നോക്കിയതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മെട്രിക്സ് എ എഴുതാം. മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു A B C D അല്ലെ. മെട്രിക്സ് A ഈസ് ഈക്വൽ ടു A B C D. A ഇൻവേഴ്സ് നമുക്കറിയാം 1 by ഡിറ്റർമിനന്റ് A ഇൻറ്റു അഡ്ജോയിന്റ് A ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. ഡിറ്റർമിനന്റ് എടുക്കുന്ന നമുക്കറിയാം AD മൈനസ് BC. അഡ്ജോയിന്റ് എടുക്കുന്നത് അറിയാം. അപ്പോൾ A ഇൻവേഴ്സ് ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ, സിമ്പിൾ പ്രൂഫാണ്. ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. നമ്മളൊരു ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. A ഇൻറ്റു A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ABCD ഇൻറ്റു 1 by AD മൈനസ് BC ഇൻറ്റു
ഡി മൈനസ് ബി മൈനസ് സി എ. ഓക്കെ അല്ലേ? ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് ആദ്യം എഴുതാം, 1/AD മൈനസ് ബി സി ഇൻറ്റു ഈ രണ്ട് മെട്രിക്സ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ഇവിടെ എ ഇൻറ്റു ഡി, എ ഡി. അടുത്തത് ബി ഇൻറ്റു മൈനസ് സി അല്ലെ, മൈനസ് ബി സി എന്ന് എഴുതാം, മൈനസ് ബി സി. അടുത്തത് എ ഇൻറ്റു മൈനസ് ബി, മൈനസ് എ ബി, മൈനസ് എ ബി. അടുത്തത് ബി ഇൻറ്റു എ പ്ലസ് എ ബി. ഓക്കെ അല്ലേ? അടുത്തത് സി ഇൻറ്റു ഡി, സി ഡി, ഡി ഇൻറ്റു മൈനസ് സി, മൈനസ് സി ഡി. ഓക്കെ, അടുത്ത സി ഇൻറ്റു മൈനസ് ബി മൈനസ് ബി സി, സി ഇൻറ്റു എ. കറക്റ്റ് അല്ലേ? സി ഇൻറ്റു മൈനസ് ബി മൈനസ് ബി സി. അടുത്തത് ഡി ഇൻറ്റു എ പ്ലസ് എ ഡി, പ്ലസ് എ ഡി. ഓക്കെ, ഇങ്ങനെ വന്നല്ലേ? അപ്പം ഒന്നും കൂടി മാറ്റി എഴുതാം. ഇസ് ഈക്വൽ ടു 1/AD മൈനസ് ബി സി ഇൻറ്റു, ഒന്നാമത് എന്താണ്, എ ഡി മൈനസ് ബി സി. ഇവിടെ നോക്കിയാൽ മൈനസ് എ ബി പ്ലസ് എ ബി, മൈനസ് എ ബി പ്ലസ് എ ബി എന്താണ്, 0. ഇവിടെ നോക്കിയാൽ സി ഡി മൈനസ് സി ഡി 0. ഇവിടെ നമുക്ക് മൈനസ് ബി സി പ്ലസ് എ ഡി, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, എ ഡി മൈനസ് ബി സി. ഓക്കെ അല്ലേ? ഇസ് ഈക്വൽ ടു മാട്രിക്സ്, ഇവിടെ നോക്കിയേ, എ ഡി മൈനസ് ബി സി ബൈ എ ഡി മൈനസ് ബി സി 1. ചെയ്ത് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ 0 ബൈ ഏത് നമ്പർ ചെയ്താലും എന്താണ്, 0 എന്ന് വരും, ഇവിടെ 0 വരും. എ ഡി മൈനസ് ബി സി ഡിവൈഡ് ബൈ അല്ലെ, 1/AD മൈനസ് ബി സി ഇൻറ്റു എ ഡി മൈനസ് ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, എ ഡി മൈനസ് ബി സി ഡിവൈഡ് ബൈ എ ഡി മൈനസ് ബി സി. എത്രയാണ്, 1. അറിയാമല്ലോ, സിമ്പിളാണ്. അപ്പോൾ നമുക്കിത് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് കിട്ടി അല്ലേ, ഇതെന്ത് കിട്ടി, ഐ എന്ന് കിട്ടി, ഐ. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത് നോക്കാം. എ ഇൻവേഴ്സ് ഇൻറ്റു എ, എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇസ് ഈക്വൽ ടു മെട്രിക്സ്. ഓക്കെ, എ ഇൻവേഴ്സ് എന്താണ്, ഓക്കെ എ ഇൻവേഴ്സ്, ഓക്കെ എ ഇൻവേഴ്സ് 1/AD മൈനസ് ബി സി ഇൻറ്റു ഡി മൈനസ് ബി മൈനസ് സി എ ഇൻറ്റു എ എഴുതിക്കേ, എ ബി സി ഡി. ഓക്കെ ആണല്ലോ? ഇസ് ഈക്വൽ ടു 1/AD മൈനസ് ബി സി, 1/AD മൈനസ് ബി സി ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുക, സിമ്പിളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡി ഇൻറ്റു എ ഡി. അടുത്തത് മൈനസ് ബി ഇൻറ്റു സി, മൈനസ് ബി സി. ഓക്കെ ആണല്ലോ? അടുത്തത് ഡി ഇൻറ്റു ബി, ബി ഡി. അടുത്ത മൈനസ് ബി ഇൻറ്റു ഡി, മൈനസ് ബി ഡി. ക്ലിയർ അല്ലേ? അടുത്ത മൈനസ് സി ഇൻറ്റു എ, മൈനസ് സി ഇൻറ്റു എ, മൈനസ് എ സി. എ ഇൻറ്റു സി പ്ലസ് എ സി, മൈനസ് സി ഇൻറ്റു ബി, മൈനസ് ബി സി. എ ഇൻറ്റു ഡി പ്ലസ് എ ഡി. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇസ് ഈക്വൽ ടു 1/AD മൈനസ് ബി സി ഇൻറ്റു എ ഡി മൈനസ് ബി സി. ഇത് 0, ഇതും എന്താണ്, 0. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, എ ഡി മൈനസ് ബി സി എന്ന് എഴുതാം, സിമ്പിൾ. ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിയേ, ഇനി എന്താ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 1/AD മൈനസ് ബി സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ എ ഡി മൈനസ് ബി സി കൊണ്ട് ഡിവൈഡ് ചെയ്യുക, രണ്ട് സെയിം ആണ്. അപ്പോൾ ഇവിടെ 1 കിട്ടും, 1 0 0 1 കേട്ടോ. ഇതെന്ത് കിട്ടി, ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് കിട്ടി. അപ്പം എ ഇൻറ്റു എ ഇൻവേഴ്സ് ഐ എന്ന് കിട്ടി, എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ത്, ഐ എന്ന് കിട്ടി.
അത് നമുക്ക് ഫൈനലി എങ്ങനെ എഴുതാം? therefore A into A inverse is equal to A inverse into A is equal to I. ഓക്കെ അല്ലേ? പ്രൂഫ് കംപ്ലീറ്റ്.